بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ഇവിടെ രണ്ടാമത്തെ പാഠം ഗ്രാമർ ട്ടാ. ഒന്ന് നമ്മൾ ജുംലത്തുൽ മുഫീദ എന്ന് പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് ആ ജുംലയുടെ പാർട്സുകളെ കുറിച്ചാണ്. അജ്സാ, ജുസ്, പാർട്ട്, അജ്സാ, പാർട്സ്. അജ്സാ ഉൽ ജുംലത്തി, ഒരു ജുംലയുടെ പാർട്സുകൾ. എട്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഉദാഹരണങ്ങൾ. ഇതില് ഓരോ ഉദാഹരണങ്ങളിലും ചിലതില് രണ്ട് പദങ്ങളാണുള്ളത്, ചിലതിൽ 3 പദങ്ങളുണ്ട്, ചിലതിൽ 4 ഉണ്ട്. അത് നമ്മൾ ഓരോന്നിങ്ങനെ പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ നോക്കാം. എന്താ വായിക്കാം? ഒന്നാമത്തത് റക്കിബ ഇബ്രാഹിമുൽ ഹിസാന. അതെ, ഇബ്രാഹിം കുതിരപ്പുറത്ത് കയറി. അപ്പോ റക്കിബ കയറി, ഇബ്രാഹിം കയറി. അപ്പൊ കയറി എന്നുള്ളതിന്റെ സബ്ജക്റ്റ് ആണ് ഇബ്രാഹിം. അതുകൊണ്ടാണ് അത് ഇബ്രാഹിമു എന്ന് പറഞ്ഞത്, റഫ് ആയിട്ട് പറഞ്ഞത്, ലമ്മ വേണ്ട. അൽ ഹിസാന, കുതിരയുടെ പുറത്ത്. അപ്പൊ അൽ ഹിസാന അത് മഫ്ഊലാണ്, റക്കിബയുടെ മഫ്ഊലാണ്, അത് നസ്ബായി. അപ്പൊ ഇവിടെ റക്കിബ എന്ന് പറഞ്ഞ് കയറി എന്നാണ്. ഇബ്രാഹിം ഒരാളുടെ പേര്, അൽ ഹിസാൻ എന്ന് പറഞ്ഞ ഒരു ജീവിയുടെ പേര്, അല്ലേ? അപ്പോ കയറി എന്ന് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയുമാണ്. ആ പ്രവൃത്തി പാസ്റ്റ് ടെൻസ് ആണ്. കയറി കഴിഞ്ഞു. കയറും എന്നോ അല്ലെങ്കിൽ കയറിക്കൊണ്ടിരിക്കുന്നു എന്നോ എന്നല്ല പറഞ്ഞു, പാസ്റ്റാണ്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് പറയാം, റക്കിബ അതൊരു ക്രിയയാണ്, ഫിഇലാണ്, അല്ലേ? കയറി അങ്ങനെ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫീലാണ്, പാസ്റ്റ് ടെൻസിൻ്റെ മേൽ അറിയിക്കുന്ന ഫീലാണ്. ഇബ്രാഹിമു എന്നുള്ളത് ഒരു നൗണാണ്, നാമമാണ്. അത് അവിടെ റക്കിബ എന്ന ക്രിയയുടെ കർത്താവാണ്, സബ്ജക്റ്റാണ്. അൽ ഹിസാന എന്നുള്ളത് ഒരു ജീവിയുടെ നാമമാണ്, നൗണാണ്. അത് ഈ ആരുടെ പുറത്താണോ കയറിയത് എന്ന ഒബ്ജക്റ്റാണ് ഹിസാന എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഉദാഹരണത്തിൽ 3 പാർട്സുകളാണുള്ളത്. ഒരു ഫിഇല് എന്ന പാർട്ടും 2 ഇസ്മ എന്ന പാർട്സും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു പൂർണ്ണമായ ആശയം നൽകുന്നുണ്ടത്. ജുംലത്തു മുഫീദയാണ്. പക്ഷെ അവിടെ 2 ഇസ്മുകളും ഒരു ഫിഇലും വരുന്നുണ്ട് അതിൽ. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കൂ. ഖിത്തു എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ച. അപ്പൊ ഇസ്മായിൽ പൂച്ചയെ കളിപ്പിക്കുന്നു. യുദാഇബു കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്മായില് എന്ന കുട്ടി, അൽ ഖിത്ത പൂച്ചയെ. അപ്പൊ ഇവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതാണ് വെർബ്.
അത് പാസ്റ്റ് അല്ല, കളിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്, പ്രസന്റ് ആണത്. അപ്പൊ ഇവിടത്തെ വെർബ് പ്രസന്റും നേരത്തെ പറഞ്ഞോടത്ത് പാസ്റ്റും ആണ്. ഇസ്മായിൽ എന്നുള്ളത് യുദായിബു എന്നുള്ള വെർബിന്റെ സബ്ജക്റ്റ് ആണ്, ഒരു കുട്ടിയുടെ പേരാണ്. അൽ ഖിത്ത എന്നത് അതിന്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റിന് റഫും ഒബ്ജക്റ്റിന് നസ്ബും ആയിരിക്കും. ഇവിടെയും ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ ഒരു വെർബും രണ്ട് നൗൺസുകളാണ് ഉള്ളത്, അല്ലേ? യെസ്. മൂന്നാമത്തെ നോക്കാം. അൽ ഖംഹ. ഖംഹ എന്ന് പറഞ്ഞ ഗോതമ്പ്. ഫല്ലാഹ് എന്ന് പറഞ്ഞ ഫാർമർ. യഹ്സുദു കൊയ്യുന്നു, കൊയ്തെടുക്കുന്നു, അതും പ്രസന്റാണ്. രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ 3 പദങ്ങളാണ് അതിലുള്ളത്. അതുപോലെ ഒരു വെർബും, ആ വെർബ് പ്രസന്റ് ടെൻസ് ആണ്. യഹ്സുദു പ്രസന്റ് ടെൻസ് ആണ്. അതുപോലെ അൽ ഫല്ലാഹ് എന്നുള്ളത് അതിന്റെ ഫായിലാണ്, കർഷകൻ. പിന്നെ ഖംഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് യെസ് യെസ്. റക്കിബ എന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അത് പ്രസന്റ് ആക്കുമ്പോൾ നമ്മൾ യർക്കബു എന്ന് പറയും. ഇത് പിന്നെ ഹസ്വദ എന്നാണ് പാസ്റ്റ്. യഹ്സുദു എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോം ഹസ്വദ എന്ന വരിക. അതേപോലെ യുദാഇബു എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോം ദാഅബ എന്ന വരിക. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ഇതിലിപ്പോ വെർബ് ഏതാന്നാ പഠിക്കുന്നത്. വെർബ്, ഇസ്മ്, ഫിഇല്, ഇസ്മ്, ഹർഫ്. അടുത്ത പാഠം പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അങ്ങനെ ഓരോന്നും എന്തെയും വരും. ക്ലിയർ അല്ലേ? അടുത്ത ഉദാഹരണം വായിക്കും. ആട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. തഅ്കുലു, അക്കല യഅ്കുലു. അക്കല എന്നുള്ളത് മാലിയാണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോ എന്തിനെ ഭക്ഷിക്കുന്നു? ഫൂലൻ, സസ്യങ്ങളെ. വശഈറൻ, ഷഈർ എന്ന് പറഞ്ഞാല് ഈ എന്തായാലും ഇതില്ല, ധാന്യങ്ങള്. ഈ ചോളം, അതിനാണ് പറയാം. ഫൂലൻ എന്ന് പറഞ്ഞാല് ഈ സസ്യം, ചെടികൾ. ഷഈർ എന്ന് പറഞ്ഞാൽ ബാർലി. ബാർലി എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മള്? യവം എന്നോ ഇതിൽ കാണണം. യവം ഏകദേശം ഒരു നമ്മളൊരു ഇതിന്റെ പോലെ, ധാന്യം പോലെ. മലയാളം നമ്മളത് ഉപയോഗിക്കാത്തോണ്ട് യവം എന്നാ പറയുന്നത്. ഫൂല് എന്ന് പറഞ്ഞാ ഇത് പറയട്ടോ, പയർ, അവര, പയറ്, അതൊക്കെ പറയും. അതിനും ഫൂല് എന്ന് പറയും. ഈ ഭൂമി മുളപ്പിച്ച് ഉണ്ടാക്കുന്ന വസ്തു എന്നർത്ഥം.
ആട് തിന്നുന്ന ആട് തിന്നുന്ന സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ ഇവിടെ തഅ്കുലു താ പറഞ്ഞത് അല്ലേ. ഷാത്തു എന്ന് പറഞ്ഞ അത് പെണ്ണായപ്പോ ആട്, ഷാത്ത് എന്ന് പറഞ്ഞ ആട്, അതിൽ താ കണ്ടോ, അത് മുഅന്നസാണ്, മുഅന്നസ് ഫീമെയിൽ. അപ്പൊ അതുകൊണ്ട് അത് തഅ്കുലു എന്ന് പറഞ്ഞു. മറ്റോടത്തൊക്കെ യുദാഇബു, യഹ്സുദു, യാ പറഞ്ഞത്, അതൊക്കെ അവിടെ എന്തായിരുന്നു, മുദക്കറായിരുന്നു. ഫൂലൻ പയറിനെ, അവരയെ തിന്നുന്നു. വ ഷഈറൻ ഷഈറിനെയും തിന്നുന്നു. ആൻഡ് വ. അപ്പൊ ഇവിടെ തഅ്കുലു എന്നത് വെർബാണ്, പ്രസന്റ് ടെൻസ് ആണ്. അഷാത്തു എന്നുള്ളത് അതിന്റെ സബ്ജക്റ്റ് ആണ്, റഫ് ആണ്. ഫൂലൻ എന്നുള്ളത് അതിന്റെ ഒബ്ജക്റ്റ് ആണ്, നസ്ബാണ്. വ എന്നത് ഹർഫാണ്, ഹർഫ്, ആൻഡ് എന്നുള്ള അർത്ഥം വരുന്ന ഹർഫ്. ഷഈറൻ, ഷഈറൻ എന്ന് പറഞ്ഞാൽ അതും ഒരു ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്, അതിനെയും ഇതിനെയും തിന്നുന്നു എന്നാണല്ലോ. അപ്പൊ ഇവിടെ ഇതിലിപ്പോ എത്ര പദമുണ്ട് അറിയോ? ഇതിൽ 1, 2, 3, 4, 5 പദങ്ങളുണ്ട്. ആ വാ എന്നുള്ളത് സെപ്പറേറ്റ് ആയി കൂട്ടണം കേട്ടോ. അപ്പൊ ഇതിൽ ഒരു അത് ഹർഫാണ്. വാ എന്നുള്ളത് ഹർഫ്, തഅ്കുലു എന്നുള്ള ഒരു ഫിയല്, 3 ഇസ്മുകളും. അപ്പോൾ ഒരു ഹർഫും ഒരു ഫിയലും 3 ഇസ്മുകളും എന്തായി അതില് വന്നു. ഓക്കെ. അപ്പോൾ റക്കിബ ഇബ്രാഹിമുൽ ഹിസാന, യുദാഇബു ഇസ്മാഈലുൽ ഖിത്ത, യഹ്സുദുൽ ഫല്ലാഹുൽ ഖംഹ, തഅ്കുലു ഷാത്തു ഫൂലൻ വശഈറൻ. 5. സമിഅ്തു നസീഹത, അല്ലേ? സമിഅ്തു ഞാൻ കേട്ടു, അന്നസീഹത ഉപദേശത്തിനെ കേട്ടു, ഉപദേശം കേട്ടു. സമിഅ്തു നസീഹത ഉപദേശം ഞാൻ കേട്ടു. അപ്പൊ ഇവിടെ അടുത്തത്, അവിടെ സമിഅ്തു ഞാൻ കേട്ടു, അന്നസീഹത്ത ഉപദേശം. അപ്പൊ സമിഅ്തു എന്നുള്ളതും മാലിയായ ഫീലാണ് അല്ലെ, കഴിഞ്ഞു, പ്രസന്റ് ആണ്, ഞാൻ കേട്ടുവല്ലോ. അന്നസീഹത്ത പാസ്റ്റ് ആണ്, മാലിയാണ്, മാലി എന്നാണ് പാസ്റ്റ് ടെൻസിനെ അറബിയിൽ പറയാം, മാലി. അപ്പോ അന്നസീഹത്ത നസീഹത്തിനെ ഞാൻ കേട്ടു, അത് ഒബ്ജക്റ്റ് ആണ്. സമയത്തു എന്നുള്ളതിൽ തന്നെ സബ്ജക്റ്റ് കൂടി ഉള്ളിലുണ്ട്, അത് ഞാൻ എന്നർത്ഥം വരുന്ന ഒരു സബ്ജക്റ്റിൻ്റെ. അപ്പൊ ഞാനിപ്പോ ഞാൻ കയറി എന്നാണെങ്കിൽ റക്കിബ്തു എന്ന് പറയാം, റക്കിബ്തു. ഞാൻ എന്നാണെങ്കിൽ സമയത്തു, ഞാൻ എഴുതി എന്നാണെങ്കിൽ കത്തബുത്തു. അങ്ങനെ ഒരു പ്രയോഗമാണ്, അത് മാലിയായ ഫീൽ പറയുമ്പോൾ നമ്മൾ അവിടെ പറയും കേട്ടോ. അതിലപ്പോൾ 2 എണ്ണം ഉള്ളത്, അതില് 2 പദങ്ങളാണ് അല്ലേ. പക്ഷെ ഫലത്തിലത് 3 എണ്ണം ഉണ്ട്, അതില് സബ്ജക്റ്റുകളും കൂടെ 3 എണ്ണം ഉണ്ട്. പിന്നെ 6ാമത്തത് യസ്തഉന്നൂറു ഫിൽ ഹുജ്റതി, ഫിൽ ഹുജ്റതി ഇൻ ദ റൂം. ഹുജ്റത്തു ആണ് റൂം, അന്നൂറു എന്ന് പറഞ്ഞ പ്രകാശം. യസ്തഉ പരക്കുന്നു, റൂമിൽ പ്രകാശം പരക്കുന്നു.
ക്ലിയർ അല്ലേ? അവിടെ എന്തുണ്ട്? യസ്തഉ അത് പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. അന്നൂറു അതിന്റെ സബ്ജക്റ്റ് ആണ്. ഫി എന്നത് ഹർഫാണ്. ഫി എന്നത് ഹർഫാണ്. അൽ ഹുജ്റത്തി ഫി എന്നുള്ളത് ശേഷമുള്ളത് ജറ് ചെയ്യുന്ന ഹർഫാണ്. അതാണ് ഫിൽ ഹുജ്റത്തി എന്ന് വായിച്ചത്. പറയുമ്പോൾ ഫിൽ ഹുജ്റ എന്ന് പറയും. അതിൻ്റെ ഗ്രാമറിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ അവസാനത്തത് വായിക്കുകയാണെങ്കിൽ ഫിൽ ഹുജ്റത്തി, റൂമിൽ, മുറിയിൽ. അടുത്തത് ആ എന്തായിരിക്കും അർത്ഥം? ആ വെള്ളത്തിൽ എന്താ ചെയ്യുക? കപ്പല് അതെ സഞ്ചരിക്കുന്നു. കപ്പൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നു. വെള്ളത്തിന്റെ മേൽ എന്നാണ് അർത്ഥം. നമ്മളിപ്പോ മലയാളീകരിച്ച് പറയുമ്പോൾ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ അതിലും സഫീനത്ത് മുഅന്നസ് ആയതുകൊണ്ട് തജ്രി എന്ന് പറഞ്ഞതാണ്. തജ്രി സഫീനത്തു അലൽ മാഇ, വെള്ളത്തിലൂടെ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെയും ഒരു വെർബ്, പിന്നെ അതിൻ്റെ സബ്ജക്റ്റ് ഫായില്. സബ്ജക്റ്റ് പറയാം ഫായില് എന്ന് പറയട്ടെ അറബിയിൽ, കർത്താവ്. അല എന്നുള്ളത് ജറ് ചെയ്യുന്ന ഒരു ഹർഫ്. ആ ഫിഅല് ചെയ്യുന്ന ആളാണ് ഫായില്. അല എന്നുള്ളത് ഓൺ എന്ന് പറയില്ല ഇംഗ്ലീഷിൽ, ഓൺ ദി റോഡ്. അപ്പോൾ അതുപോലെ ഓൺ. അൽ മാഇ എന്നുള്ളത് മറ്റൊരു ഇസ്മ. അപ്പോൾ ഇതിൽ രണ്ട് ഇസ്മും ഒരു ഹർഫും ഒരു വെർബും. ലാസ്റ്റ് വൺ വായിക്കും. സഫറ അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡു യു ലൈക്ക് ട്രാവലിംഗ്? നീ യാത്ര ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണത് ഹൽ പറ്റി പറയാം. ഹൽ തുഹിബ്ബു സഫറ, നീ യാത്ര ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു? ക്ലിയർ അല്ലേ? അപ്പൊ ഹൽ എന്നത് ഒരു ഹർഫാണ്. തുഹിബു എന്നത് വെർബാണ്. നീ എന്നർത്ഥത്തിനാണ്. നീ ഇഷ്ടപ്പെടുന്നു. അസഫറ യാത്രയെ. അപ്പൊ അതിൻ്റെ ഒബ്ജക്റ്റാണ്. അപ്പൊ അതിൽ ഒരു വെർബും ഒരു ഹർഫും, ഫലത്തിൽ രണ്ട് ഇസ്മുകളും. നീ എന്നുള്ളതൊന്ന് ഉള്ളിലിട്ടത്. അപ്പൊ ഇവിടെ ഇതൊക്കെ ജുംലത്തു മുഫീദയാണ്. അപ്പൊ ജുംലത്തു മുഫീദ് എന്താ നമ്മൾ പഠിച്ചു, പൂർണ്ണമായ ആശയം കിട്ടുന്നത്. ഇവകളിൽ ഈ സംഗതികളെല്ലാം ഇതിൻ്റെ പാർട്സുകളൊക്കെ പരിശോധിച്ചപ്പോഴും മൂന്നെണ്ണത്തിൻ്റെ അപ്പുറം വരുന്നില്ല അല്ലേ? അപ്പൊ അത് ഇങ്ങനെ അറബി ക്ലാസിക്കുകൾ ഒക്കെ പരിശോധിച്ചിട്ടും
അറബി പണ്ഡിതന്മാർ എത്തിയത് ഈ മൂന്നെണ്ണത്തിലേക്കാണ്. നാലാമതൊന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു പൊതു നിയമം രൂപപ്പെടുത്തി ഒരു സെൻറ്റൻസിൽ, ഒരു സ്പീച്ചിൽ അതിൻ്റെ പാർട്സുകളായിട്ട് അറബി ഭാഷയിൽ 3 വിധമാണ് വരിക. ഒന്ന് ഇസ്മ്, ഒന്ന് ഫിഅല്, ഒന്ന് ഹർഫ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ പേര്. ഫീല് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ക്രിയ. നമ്മളൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ 3 കാലങ്ങളിൽ ഒന്നിനോട് ചേർന്ന് വരുന്ന ഒരു പദം. 3 കാലങ്ങൾ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഈ 3 കാലങ്ങളിൽ ഒന്നിനോട് ചേർന്ന് വരുന്ന പദത്തിനാണ് എന്തെന്ന് പറയാം? ഫീൽ എന്ന് പറയാം. ഹർഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി മീനിങ്ങുകൾ ഇല്ല, മറ്റൊന്നിനോട് കൂടെ ചേരുന്ന സമയത്ത് മീനിങ്ങുകൾ ഉണ്ടാകും, അർത്ഥമുണ്ടാകും. അത്തരം പദങ്ങൾക്ക് ഹർഫ് എന്നും പറയും. ഇതാണ് ചുരുക്കി പറയാം. നമ്മൾ കണ്ടത് ക്ലിയറല്ലേ? നമ്മൾ വേണമെങ്കിൽ പൂർണ്ണമായി ആവൂലെങ്കിലും വേണമെങ്കിൽ നമുക്ക് വെർബ് എന്ന് ഫീലിന് പറയാം, നൗണ് എന്ന് നമുക്ക് ഇസ്മിന് പറയാം, പ്രിപ്പോസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഹർഫിനും പറയാം. പക്ഷെ പ്രിപ്പോസിഷൻ എന്ന് മാത്രമല്ല ഹർഫിൽ പെടുക, കൺജങ്ഷൻ പെടും. പ്രശ്നമല്ലേ? തിങ്കളാഴ്ച മുതൽ പറയാം. അപ്പോൾ അവിടെ ഒരാളുടെ പേരാണ്, പക്ഷേ ഈ ഒരാളുടെ പേര് കണ്ടാൽ നമ്മൾ ഒന്നും സംശയിക്കണ്ട, അത് ഇസ്മാണ്. ഒരു സ്ഥലത്തിൻ്റെ പേര് കണ്ടാൽ സംശയിക്കണ്ട, ഇസ്മാണ്. ഇസ്മിൻ്റെ പ്രത്യേകതയാണ് ഇസ്മിന് തൻവീൻ ഉണ്ടാവും. തൻവീൻ ഉള്ളത് മുഴുവൻ ഇസ്മായിരിക്കും. ഇസ്മിന് എപ്പോഴും തൻവീൻ ഉണ്ടാവുന്നല്ല. ഇരട്ട ഫത്ഹ്, ഇരട്ട കസ്ർ, ഇരട്ട ലം. അലിഫ്ലാമും ഇസ്മിന്റെ അടയാളാണ്. അലിഫ്ലാം, ഇസ്മിന് അലിഫ്ലാം ഉണ്ടായിട്ടേ വരുള്ളൂ എന്നല്ല, അലിഫ്ലാം ഉള്ളത് ഇസ്മായിരിക്കും. ഇന്ത്യക്കാരെല്ലാരും കേരളക്കാരെന്ന് പറയാൻ പറ്റില്ലല്ലോ. കേരളക്കാര് ഇന്ത്യക്കാരാണെന്ന് പറയാം, കേരളക്കാർ. അതേപോലെ അലിഫ്ലാമുള്ള മുഴുവൻ ഇസ്മുകളും, അലിഫ്ലാമുള്ള മുഴുവൻ പദത്തിനും നമുക്ക് ഇസ്മ എന്ന് പറയാം. തൻവീനുള്ള മുഴുവൻ പദത്തിനും നമുക്ക് ഇസ്മ. അല്ലല്ല, തൻവീന് വരുന്നത് ഇസ്മിന്റെ അടയാളാണ്. തൻവീന് വരുന്നത് ഇസ്മിന്റെ അടയാളാണ്. അതുപോലെ അലിഫ്ലാം വരുന്നത് ഇസ്മിന്റെ അടയാളം. ഇപ്പൊ ഇവിടെ തന്നെ കാണാം, അൽ ഹിസാൻ. അൽ ഹിസാൻ എന്നുള്ള അലിഫ്ലാം ഉണ്ട്, ഇത് ഇസ്മാണ്. അൻ നസീഹത്ത് അലിഫ്ലാം ഉണ്ട്. അൽ ഖിത്ത് അലിഫ്ലാം ഉണ്ട്. അൻ നൂർ, അൽ ഹുജ്റത്ത്, അൽ ഫല്ലാഹ്, അൽ ഖംഹ്, അസ്സഫീനത്ത്, അൽ മാ, അശ്ശാത്ത്, അസ്സഫർ, ഇതിലൊക്കെ അലിഫ്ലാം ഉള്ളത്. മറ്റേ നോക്കുക നിങ്ങൾ, ഫൂലൻ തൻവീനുണ്ട്, ഫൂലൻ. ശഈറൻ ഇസ്മാണ്. അപ്പം ഇത്തരം ഇതാണ് നമ്മൾ ഈ 3 പാർട്സുകളാണ് ഇതിൽ വരുന്നത്. നോട്ട് ചെയ്തോളൂ, ഞാൻ പറയാം. കലിമത്ത് 3 വിധം. ഇസ്മ്, ഫിഇല്, ഹർഫ്.
ഇതിൻ്റെ സ്ക്രീനിൽ കാണാം. ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ് എന്ന് ചെറിയൊരു നിർവചനം നമുക്ക് എഴുതാം. ഇസ്മ എന്ന് പറഞ്ഞാൽ എരിക്കണം, ഒരു വ്യക്തിയുടെയോ ഒരു ജീവിയുടെയോ ഒരു സസ്യത്തിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു സാധനത്തിൻ്റെയോ പേരിന്റെ മേൽ അറിയിക്കുന്ന പദം. പേരിന്റെ മേൽ അറിയിക്കുന്ന പദം. എഴുതിയോ? ഫേല്, ഒരു പ്രത്യേകമായ കാലത്ത് ഒരു പ്രവൃത്തി ഉണ്ടായി എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന പദം. എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന പദം. ഹർഫ് മറ്റൊന്നിനോട് കൂടെയല്ലാതെ പൂർണ്ണമായ ആശയം ലഭിക്കാത്ത പദം. യെസ്, അതെ. ഇസ്മും ഫീലും അല്ലാത്തതെല്ലാം ഹർഫാണ്, അങ്ങനെയും പറയാം. ഹർഫും ഇസ്മും അല്ലാത്തതെല്ലാം ഫീലാണെന്നും പറയാം. ഹർഫും ഫീലും അല്ലാത്തതെല്ലാം ഇസ്മാണെന്നും പറയാം. അപ്പോഴല്ലേ ഒരു എന്താണ് ഇനങ്ങൾ പൂർണ്ണമാവും. ഒരു നിർവചനം പൂർണ്ണമാവണമെങ്കിൽ എന്തൊക്കെ അതിൽ പെടുമോ അതൊക്കെ അതിൽ പെടണം. എന്തെല്ലാം പെടാതിരിക്കണമോ അതെല്ലാം പെടാതിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നോക്കുക, ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒന്ന്,
ഫരീദുൻ യജിരി ഫിഷാരിഇ. ആ എന്താ? യെസ് യെസ്. ആ പാർട്സുകൾ പറയും. ആ ഓക്കെ. അപ്പോൾ അവിടെ യജിരി എന്നുണ്ട്. പുരുഷനായപ്പോഴാണ് യജിരി. നേരത്തെ നമ്മൾ സഫീനത്ത് എന്ന് പറഞ്ഞപ്പോൾ തജിരി എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്തത് രണ്ടാമത്തെ. നേരത്തെ നമ്മൾ റക്കിബ റക്കിബ പറഞ്ഞു. കയറി എന്നല്ല. കഴുതപ്പുറത്ത് കയറുന്നു, കഴുതപ്പുറത്തു യാത്ര ചെയ്യുന്നു. അപ്പോൾ അത് ഇതെന്താണ്? പ്രസന്റ് ആണ്. അപ്പോൾ പറയും, പാർട്സുകൾ പറയും. ഹിമാർ എങ്ങനെ അർത്ഥമാണ്? ഹിമാർ അലിഫ്ലാമില്ലേ? അപ്പോ അലിയുൻ യർക്കബു. ആ പക്ഷെ ഇതെന്താ വെച്ചാൽ ഇത് സബ്ജക്റ്റ് ഇങ്ങനെ വരും. ശരിക്കും അത് അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. ഇവിടെ ഇതെന്താ വെച്ചാൽ മുബ്തദഉം ഖബറും എന്നുള്ള നിലക്കാണിത്. അലി എന്നുള്ള ഒരു മുബ്തദ ആയി വന്നു. അപ്പൊ യർക്കബു എന്നുള്ളത് ഒരു ഫീലാണ്. പക്ഷെ അതിന്റെ സബ്ജക്റ്റ് അലി അല്ല. അതിന്റെ സബ്ജക്റ്റ് അതിലൊരു ലമീർ ഉണ്ടാവും. അലിയിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ഉണ്ടാവും. ആ ലമീറാണ് ഹുവ എന്നായിരിക്കും, അവൻ എന്നർത്ഥം വരുന്നത്. ഇവിടെ അർത്ഥം എന്താ വരിക? അലിയുൻ, അലി എന്ന വ്യക്തി, യർക്കബു അവൻ സഞ്ചരിക്കുന്നു, അവൻ കയറുന്നു എന്ന അർത്ഥം വരും. മറ്റൊരുത്തം അങ്ങനല്ല. യർക്കബു അലിയു എന്ന് പറഞ്ഞാൽ അലി കയറുന്നു എന്നവന് വരിക, അതർത്ഥം. അടുത്തത് മൂന്നാമത്തെ. യഹ്തരിഖുൽ ഹതബു. വിറക് കത്തുന്നു. ഹതബു എന്ന് പറഞ്ഞാൽ വിറക്. അപ്പോൾ യഹ്തരിക്കു എന്നുള്ളത് വെർബാണ്. സബ്ജക്റ്റ്. ഓക്കെ. അടുത്ത് ജബല. യതസല്ലഖു എന്ന് പറഞ്ഞാല് കുട്ടികൾ. ഇൽമാനാണ് കുട്ടികൾ. അൽ ജബൽ മല. മല. കുട്ടികൾ മലയിൽ കയറുന്നു. പിടിച്ചു കയറുക. ഇങ്ങനെ പിടിച്ചു കയറുന്നതിനാണ് യതസല്ലഖു. മരം കയറുക, മരം കയറുമ്പോഴൊക്കെ ആണല്ലേ, അതിനാണ് യതസല്ലഖു പറയുന്നത്. അപ്പോൾ പറയും യതസല്ലഖു വെർബ് അല്ലേ? ഓക്കെ. പിന്നെ ഇഫ്തറസ. ഇഫ്തർ അത് ഈ എന്നാണ്. അത് അവിടെ കൊടുക്കാത്തത് അത് സൈലന്റ് ആവണോണ്ടാണ്. ചില സമയത്ത് സൈലന്റ് ആവും, അതുകൊണ്ടാണ് അർക്കത്ത് കൊടുക്കുക. ആ ദിഅ്ബു. ദിഅ്ബു ആ ഷദ്ദിന്റെ അടിയിലല്ലേ ഇട്ടിരിക്കുന്നത്.
ഇഫ് ആ കബ്ഷൻ കബ്ഷ് കബ്ഷ് എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടി. അത് ആട്, തള്ളാട്. പെണ്ണാടിനാണ് ഷാത്ത് എന്ന് പറയുന്നത്. ഇത് ആട്ടിൻകുട്ടി. ഇഫ്തറസ എന്ന് പറഞ്ഞാൽ ദീപുന്ന ചെന്നായ. ചെന്നായ ആട്ടിൻകുട്ടിയെ എന്താ ചെയ്യാ? പിടിച്ചു. ആ പിടിച്ചു. ഇഫ്തറസ ദിഅ്ബു കബ്ശൻ. ഇഫ്തറസ വെർബ് അടുത്ത ആ ഭക്ഷിക്കുന്നു. അപ്പൊ കോഴിയെ ആര്? കുറുക്കൻ. സഅലബ് കുറുക്കൻ. യനാമു. നൗമ് നൗമ് ഉറങ്ങുന്നു. അൽ കൽബു യനാമു ഫിൽ ബുസ്താൻ. ആ ആ പിന്നെ ബുർത്തുക്കാൽ ഓറഞ്ച്. ബുർത്തുക്കാൽ മറ്റേ നമ്മുടെ നാട്ടിലെ ഓറഞ്ച് സിട്രസ് എന്നൊക്കെ പറയില്ലേ? പിന്നെ ബുസ്താൻ എന്ന് പറഞ്ഞ പൂന്തോട്ടം. അൽ ബുസ്താനിയു എന്ന് പറഞ്ഞ പൂന്തോട്ടക്കാരൻ, ഗാർഡനർ. ഒരുമിച്ച് കൂട്ടുന്നു. എന്തിനെ? ആ അൽ അസ്ഹാറ. ആ പൂക്കളെ. ആ പൂക്കളെ പൂന്തോട്ടക്കാരൻ ഒരുമിച്ച് കൂട്ടുന്നു. ആ ഗാർഡനർ. പിന്നെ
ആ കടലിൽ ആ നീന്തുന്നു. സിബാഹത്ത് സ്വിമ്മിങ്. ആ ഉം. ഓക്കെ. പിന്നെ ആ ആ ഹദീദ് പറഞ്ഞ ഇരുമ്പ്. ആ ആ പഴുക്കുന്നു. പഴുക്കും. തീയിലിട്ട് മറ്റേ പഴുപ്പിക്ക. പിന്നെ അൽ മിദാദു ദവാ. ഇത് ദവാത്ത് മഷിക്കുപ്പിയിലാണ്. മഷിക്കുപ്പി. അപ്പൊ അൽമിദാദ് എന്ന് പറഞ്ഞാൽ മഷിക്കുപ്പിയിലുണ്ട്. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം. നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു ജുംലയുടെ വ്യത്യസ്ത പാർട്ടുകളാണ്. അത് ഇസ്മുണ്ട്, ഫിയലുണ്ട്, ഹർഫുണ്ട്. ഇനി നമുക്ക് ഇതേ രൂപത്തിൽ ഈ പാർട്സുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഹദീസായിരിക്കും. ഹദീസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാർട്സുകൾ പറയണം. കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടയാളങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലതേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അർത്ഥറിയാത്തതുകൊണ്ട് കിട്ടാതിരിക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാർട്സുകളും നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, എന്നാ അവസാനിപ്പിക്കാം. നമുക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും കേട്ടോ. വേറെ ദിവസം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله. السلام عليكم ورحمة الله. അത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അവർ കോണ്ടാക്ട് ചെയ്യും. ആരെ നിങ്ങൾ കണക്ട് ചെയ്തിരുന്ന ആരായിരുന്നു? നാജിയ. എനിക്ക്
എനിക്കറിയില്ല, അവരറിയില്ല. അത് അവർ വിളിക്കും. 10-ാം തീയതി ഉള്ളിലാണ് ഞങ്ങൾ പറിച്ചില്. അത് പറയും ഇൻഷാ അല്ലാ. ആ അവർ പറയും കേട്ടില്ലേ. ശരി, എന്നാ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.